കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ ഏറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ അവരെന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവമേ തന്നെ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നേരുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു തിരുനാൾ ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ തുകയായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 2 കഥാപാത്രങ്ങളുടെ തിരുനാളാണ് ഈ ഒരു നോമ്പുകാലത്തിലുടനീളം നമ്മൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ഈ മംഗളവാർത്ത തിരുനാളും അത്രത്തോളം ആ ഒരു കുരിശിൻ്റെ വഴിയിൽ സഹനപുത്രന്മാരായിട്ട്, അല്ലെങ്കിൽ നിശബ്ദതരെ ആഴങ്ങളിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് കൂടെയായിരുന്ന 2 പേര്. അവർ 2 പേരും രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത്രമേൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാര്യം നമ്മൾ കാണുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ജീവിത വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം. ഒരു പക്ഷേ ഇന്നത്തെ ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു പക്ഷേ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഓരോരുത്തരും ത്രിസന്ധ്യ ജപമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ജപമാല ചൊല്ലുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അത് ഉരുവിടുന്ന ഓരോ സമയവും ഈ സുവിശേഷത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കണമെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. കാരണം അത്രമേൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് മുമ്പിൽ ആരോ അതേ എന്ന് പറയാനുള്ള നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഒരുക്കലാണ്. തിരിച്ചറിയുക, ഇന്നേക്ക് ഒരു പക്ഷേ 9 മാസം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ക്രിസ്മസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട്. ഈ ഒരു തിരുനാളിനെ പലപ്പോഴും ചരിത്രകാരന്മാരും ആ ഒരു 5-ാം നൂറ്റാണ്ടിൽ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുന്ന വേളയിലും അവർ കുറിച്ചിടുന്നത് ചെറിയ ക്രിസ്മസ് എന്നാണ്. കാരണം ഇന്നേക്ക് 9 നാൾ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നും വെറുതെയല്ല എന്നുള്ളൊരു കാര്യം ചരിത്രത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആദ്യത്തെ വായനയിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അഹാസ് എന്ന് പറയുന്ന ആ ഒരു രാജാവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു രക്ഷകനെ നൽകപ്പെടും എന്ന് പറഞ്ഞപ്പോഴും സംശയത്തോടെ അത് കാണുമ്പോൾ പോലും ആ ഒരു തിരിച്ചറിവിൽ അല്ലെങ്കിൽ ആ ഒരു പ്രവചനത്തിൽ അത്രത്തോളം കാമ്പുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ വായനയിൽ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ തിരുവചനങ്ങൾ നിറവേർത്ത് വെറുതെയല്ല എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഉള്ളവർ തിരിച്ചറിയേണ്ടത്, ഈ ഒരു പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വെറുതെയല്ല എന്നുള്ളൊരു കാര്യം. അതിനപ്പുറത്തോട്ട് നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുന്നതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളായിട്ട് ഓരോ വ്യക്തി ജീവിതങ്ങളെയും അത്രത്തോളം തമ്പുരാനും ഒരുക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നോമ്പ് കാലത്തിൽ ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ നിബന്ധന വെച്ചുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും നോമ്പൊക്കെ എടുത്ത് നമ്മൾ ഒരുക്കുമ്പോഴും തിരിച്ചറിയേണ്ടത് ഇതൊന്നും വെറുതെയല്ല എന്നുള്ളൊരു കാര്യം. അതിലുപരി
പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലൂടെ ആഗ്രഹിച്ച ഒരു കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഏറ്റെടുക്കാൻ നമ്മളും ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അത് അവിടുത്തെ കൃപയാണ്. പരിശുദ്ധ അമ്മ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കൃപയിൽ തെരഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി അതേ എന്ന് പറയുമ്പോഴും ആമേൻ എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം, ഇത് അനുദിന ജീവിതത്തിൽ പലപ്പോഴും ദൈവികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും നമ്മളും എത്രത്തോളം ഈ ദൈവകൃപയാൽ നിറയുന്നു എന്നുള്ള കാര്യം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ ഒരുക്കുന്നൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജീവിതത്തിൽ ഒരു നേതാവായിട്ട് മാത്രമല്ല, ആത്മീയമായിട്ട് അവരോരോരുത്തരെയും ആ ഒരു രീതിയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി മോശയെ ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യായെ മാതാവിൻ്റെ ഉരുവിലാകുന്നതിന് മുമ്പ് തന്നെ ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുക്കുമ്പോൾ പൗലോസ് ശ്ലീഹ വളരെ ഭംഗിയായിട്ട് തൻ്റെ പ്രേക്ഷിത യാത്രയിൽ ഉടനീളം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, എനിക്ക് നിൻ്റെ കൃപ മാത്രം മതി എന്നുള്ള കാര്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് മുമ്പിൽ പലപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ദൈവമേ നിൻ്റെ കൃപ മാത്രം മതി എന്ന് എത്രത്തോളം ആ ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ഈ ദൈവകൃപ നിറഞ്ഞവളാകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചെയ്യേണ്ട ഒരു കാര്യം എളിമയോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ള കാര്യമാണ്. ഓരോ നിമിഷവും തിരിച്ചറിയുക, ഓരോ ത്രിസന്ധ്യാജപം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതുരുവിടുമ്പോഴും ഈ രക്ഷാകര ചരിത്രം മൊത്തം നമ്മൾ ആവർത്തിക്കുമ്പോഴും ദൈവത്തിന് മുമ്പിൽ എന്തും നിൻ്റെ പദ്ധതി എന്തോ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള കാര്യം, അതിന് ആ ഒരു ദൈവകൃപ നിറഞ്ഞവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാൻ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറയാൻ വേണ്ടിയിട്ട് ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന നമ്മളെപ്പോഴും ഉരുവിടുമ്പോൾ, ഈ രക്ഷാകര ചരിത്രം നമ്മൾ ഓരോ നിമിഷവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രാർത്ഥനകൾ നീളൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴും ഓർക്കേണ്ടത് എന്നെയും നിന്നെയും ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഒരുപക്ഷേ ഒരു പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത്രമേൽ ലോകം മുഴുവൻ നിശബ്ദമായ ആ നിശബ്ദതയുടെ ആഴത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഉള്ളിനുള്ളിൽ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം അത്രമേൽ തീക്ഷ്ണമായി ജ്വലിക്കാനുള്ള കൃപ കൂടി നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.